ചെയ്തെടുത്ത ഒരു സ്റ്റോണൊക്കെ ഉപയോഗിച്ച് എടുത്തെടുത്തൊരു ഡിസൈനാണിത്. ഈ ഡിസൈൻ ഇതേമാതിരി ഉണ്ടാവും കാണാൻ. ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുക കാണിച്ചു തരാം. ഞാൻ റൗണ്ടായിട്ട് ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ന്യൂസ് പേപ്പറൊക്കെ ഒട്ടിച്ച് റൗണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഗിൽറ്റ് പേപ്പർ ഒട്ടിച്ച് കൊടുക്കണം. ഇതേമാതിരിയുള്ള ഗിൽറ്റ് പേപ്പർ ഗോൾഡൻ കളറും സിൽവറും ഇതേമാതിരി കിട്ടും. ഒരു ഷീറ്റിന് 10 രൂപയാണ്. അതേമാതിരിയുള്ള പേപ്പർ വാങ്ങിയിട്ട് ഒട്ടിച്ചെടുക്കുക. അതേമാതിരി 2 ഷീറ്റുണ്ട്. അങ്ങനെ ഷീറ്റുകളായിട്ട് കിട്ടുക. അത് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ മാത്രം അത് ഒട്ടിച്ചെടുത്താൽ മതി. മറ്റേ സൈഡിൽ വേറെ ഒരു കളർ പേപ്പർ ഒട്ടിച്ചെടുത്താൽ മതി. ഈ പേപ്പർ ഗോൾഡൻ കളർ പേപ്പർ കൊണ്ട് ഞാൻ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടേ, ഒരു സൈഡാണ് ഇത്. സൈഡിൽ ഞാൻ ബ്രൗൺ കളറുള്ള ബ്രൗൺ പേപ്പറുള്ള ബുക്കൊക്കെ പൊതിയുന്ന പേപ്പറിനെ കൊണ്ട് ഒട്ടിച്ച് കൊടുത്ത് ഇവിടെ ഞാൻ ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, സ്വസ്തി എന്ന് പറയുന്ന ഡിസൈനാണ്. ഇതേമാതിരി ഗണപതിൻ്റെ ഇതൊക്കെ ദോഷങ്ങളൊക്കെ ഇത് വീട്ടിൽ തൂക്കി കഴിഞ്ഞാൽ ഗണപതിൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുക. അപ്പോൾ അതേമാതിരി ഒരു ഡിസൈൻ ഞാൻ നടുക്കിൽ ഞാനിതാ ഒരു ഗോൾഡൻ കളർ ഇതൊക്കെ സ്റ്റോണൊക്കെ പോയിട്ടുണ്ട്. ഇതേമാതിരി ഇതിനകത്ത് ഫുള്ളായിട്ട് സ്റ്റോൺ അടിച്ചേക്കട്ടെ. ഞാൻ കാണിച്ചു തരാം ചെയ്യുന്നത്. ഇതിലിത് ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റോണാണ്. ഇത് നീല കളറിലെ സ്റ്റോൺ എടുത്തിട്ടാണ് ഒട്ടിക്കുന്നത്. കണ്ടോ, അതേമാതിരി അതിൻ്റെ ചുറ്റും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വേറെതായി ഈ കളറിലെ ചെറിയ സ്റ്റോൺ ഉപയോഗിക്കുന്നുണ്ട്. കട്ട് ചെയ്യുന്നത് ഇതേമാതിരിയുള്ള സ്റ്റോണ് ഇതേമാതിരിയുള്ള സ്റ്റോൺ ഉപയോഗിക്കുന്നത്. ഇത് ചുറ്റും വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഒട്ടിക്കുന്ന വിധം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് B7000ൻ്റെ ഗ്ലൂ ആണ്. ഈ ഗ്ലൂ ആവുന്ന സമയത്ത് ഇപ്പോൾ എല്ലാവരും ഈ ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. ഈ ഗ്ലൂ ഉപയോഗിക്കുന്ന സമയത്ത് നല്ലോണം നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ ലൈൻ ഒട്ടിച്ചെടുക്കുക. അവിടെ നമ്മൾ സെൻട്രലിൽ ഒട്ടിച്ചിട്ടുണ്ടല്ലോ, സെൻട്രൽ പോർഷൻ ഒട്ടിച്ച് കഴിഞ്ഞാൽ അടുത്ത് എവിടെ അങ്ങനെ ഒട്ടിക്കുന്നു. ഇവിടെ കുറച്ചൊരു ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാവരും കുറച്ചും കൂടെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ സ്റ്റോൺ ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ട് ആ സ്റ്റോണിൻ്റെ ചുറ്റും ഈ ചെറിയ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുക. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഈ ചെറിയ സ്റ്റോണുകളുണ്ടല്ലോ, ചുറ്റും ഈ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുക. ഇതേമാതിരി ലൈന് കണ്ട് ഇവിടെ ലൈന് വരച്ചിട്ടുണ്ടല്ലോ, ആ ലൈന് ഫുള്ളായിട്ട് ഇതേമാതിരി ഒട്ടിച്ചെടുക്കുക. ഈ ലൈൻ ഇതുവരെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു ലൈന് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തുകൊണ്ട് ഇതേമാതിരി ഒട്ടിക്കുന്ന സമയത്ത് ഇനി അടുത്ത ലൈൻ 4 ഭാഗം ഇതേമാതിരി
ഒട്ടിച്ചെടുക്കണം. സ്റ്റോൺ ഒട്ടിച്ചെടുക്കണം. 4 ഭാഗം ഞാൻ ഒട്ടിച്ചെടുത്ത് ഓരോ സൈഡിലും. ഇതേമാതിരി ഉണ്ടാവും. ഇനി നെറ്റിപ്പട്ടത്തിന് നൂല് കെട്ടുന്ന മാതിരി ഞാൻ നീളത്തിൽ നൂല് കെട്ടി വെച്ചിട്ടുണ്ട്. ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ഇതേമാതിരി ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. എന്നാൽ അതിൻ്റെ പുറകെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഡിസൈനിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞ് ഡിസൈൻ ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്.